നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. വിവിധ പള്ളികളിൽ ഓണാഘോഷം നടത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്നും വീണ് ഗൃഹനാഥൻ മരിച്ചു. ചിറമൽ 70 വയസ്സുള്ള സേവ്യറാണ് മരിച്ചത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം ചൊവ്വാഴ്ച മുതൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ വാട്ടർ വീക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തിരഞ്ഞെടുക്കപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ മൗലിദ് പാരായണത്തോടെ തുടങ്ങിയ പരിപാടികളുടെ ഭാഗമായി രാത്രി വൈകും വരെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മഹല്ലുകൾ, മദ്രസകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും മീലാദ് റാലിയും നടന്നു. റാലിക്ക് ശേഷം അന്നദാനവും നടത്തി. ചിലയിടങ്ങളിലെ മദ്രസകളിൽ വൈകിട്ട് വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി. കോടാലി മഹല്ല കമ്മിറ്റിയുടെയും നബിദിന ആഘോഷ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്രയും മൗലിദ് പാരായണവും അന്നദാനവും നടത്തി. രാവിലെ 4 മണിക്ക് നടന്ന മൗലിദ് പാരായണത്തിന് മഹല്ല ഖത്തീബ് മുഹമ്മദ് ഷരീഫ് ദാരമി നേതൃത്വം നൽകി. മഹല്ല പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി പതാക ഉയർത്തി. മഹല്ല സെക്രട്ടറി ഹക്കീം കള്ളിപ്പറമ്പിൽ, ട്രഷറർ സനൂപ് പോക്കാക്കില്ലത്ത്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സാബു പോക്കാക്കില്ലത്ത്, കൺവീനർ റിയാസ് കൊരട്ടിപ്പറമ്പിൽ, ട്രഷറർ ദിൽഷാദ് പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل رسولك سيدنا مولانا محمد. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പരസ്പരം കൈമാറി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം പാലപ്പള്ളി വരന്തരപ്പള്ളി മേഖലയിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. വരന്തരപ്പള്ളി മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് മൗലിദ് പാരായണം, 8 മണിക്ക് കുട്ടികളുടെ നബിദിന സന്ദേശയാത്ര, അന്നദാന വിതരണം എന്നിവയുണ്ടായി. മഹല്ല ഖത്തീബ് ഇല്യാസ് ഫൈസി, അബ്ദുള്ള മദനി, ഫാറൂഖ് ഫൈസി, ഇബത്തുള്ള മുസ്ലിയാർ, ഹുസൈൻ അരിപ്പുറം, അബ്ദുട്ടി ഹാജി, ചെമ്പൻ ഷബീർ, ഹംസ മനക്കത്തൊടി എന്നിവർ നേതൃത്വം നൽകി. വേലുപ്പാടം മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 5-ന് മൗലിദ് പാരായണമുണ്ടായി. നബിദിന സന്ദേശയാത്രയ്ക്ക് ഖത്തീബ് ഹാഫിൾ ഇസ്ഹാഖ് യമാലി, അബ്ദുൾ അസീസ് മുസ്ലിയാർ, അബ്ദുള്ള മൗലവി, അബു ചുണ്ടേക്കാട്ടിൽ, ഫൈസൽ മാട്ടത്തോടി, അഷ്റഫ് ചാത്തൻചിറ, കുഞ്ഞുമുഹമ്മദ് പുത്തൻപീടികയിൽ എന്നിവർ നേതൃത്വം നൽകി. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പുലിക്കണ്ടി മഹല്ലിൽ രാവിലെ മൗലിദ് പാരായണമുണ്ടായി. നബിദിന ഘോഷയാത്രയ്ക്കും അന്നദാന വിതരണത്തിനും മഹല്ല ഖത്തീബ് ഹാരിസ് ദാരിമി, യൂസഫ് ഫൈസി, ഹുസൈൻ സാഖഫി, മുഹിയുദ്ദീൻ അസ്ലമി, മൂസ മൗലവി, KU കുഞ്ഞുമൊയ്തീൻ, ഉമ്മർ മേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. പാലപ്പള്ളി മഹല്ലിൽ രാവിലെ 5-ന് മൗലിദ് പാരായണം, 8-ന് നബിദിന സന്ദേശയാത്ര, 11-ന് അന്നദാന വിതരണം എന്നിവയുണ്ടായി. മുൻ പാലപ്പള്ളി മേഖല ഖാളി അൽഹാജ് പി മുസ്ലിയാർ, സിദ്ദിഖ് മുഹമ്മദ് ദാരിമി, ബീരാൻ സൈനി, ഇബ്രാഹിം വളയംപാറ, അബ്ദു മേച്ചേരി, ഇബ്രാഹിം വെങ്ങാട്ടിരി എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, സഹവികാരി മേജോ മാങ്ങാട്ടിളയൻ, മേജോ ആൻഡ്രോ പനോക്കാരൻ, ആൻഡ്രോ മുള്ളക്കര, വിൽസൺ ആറ്റുപുറം, സജി പനോക്കാരൻ, ലിയോ വാചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. ആഘോഷമാക്കുന്ന ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചു. അതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യമുണ്ട്. കള്ളവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത ഒരു ജീവിതം. മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ നടത്തിയ പരിപാടികൾക്ക് വികാരി ഫാദർ ബേബി പോൾ പൂക്കുന്നേൽ, കൈസ്ഥാനി ജിജു പി വർഗീസ്, സെക്രട്ടറി ബാബു പെരുമാലിയിൽ, ചെറിയാൻ കൊല്ലംപീടിയിൽ, ബേബി മനയത്ത്, ജിബി വാരപ്പെട്ടിയിൽ, സാജൻ പറക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പൂക്കളമൊരുക്കൽ, കായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. ഓണസദ്യയും ഒരുക്കിയിരുന്നു.
വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ജാക്സൺ ചാലക്കൽ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്നും വീണ് ഗൃഹനാഥൻ മരിച്ചു. ചിറമൽ 70 വയസ്സുള്ള സേവറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. ഉടൻ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്കാരം ചൊവ്വാഴ്ച പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ഭാര്യ മാർഗരറ്റ്, സിജോ, ഫാദർ സിൻഡോ ചിറമൽ, സിംസൺ എന്നിവർ മക്കളും, ജിസ, നവ്യ എന്നിവർ മരുമക്കളുമാണ്. UAE-യിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റിൽ ഫിലിപ്പൈൻസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ വനിതാ ടീമിൽ വരന്തരപ്പള്ളി സ്വദേശിയും മുൻ രാജ്യാന്തര താരവുമായ മേഴ്സി ജോസഫും. ഫിലിപ്പൈൻസിനെയാണ് ഇന്ത്യൻ വനിതാ ടീം പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച സെറ്റർ കൂടിയായിരുന്നു മേഴ്സി ജോഫി. മുൻ ദേശീയ താരവും മേഴ്സിയുടെ ഭർത്താവുമായ ജോഫി ജോർജ് ആയിരുന്നു ടീമിന്റെ കോച്ച്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ വാട്ടർ വീക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി തിരഞ്ഞെടുക്കപ്പെട്ടു. വാട്ടർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ വാട്ടർ വീക്ക് കോൺഫറൻസ് ചൊവ്വാഴ്ച മുതൽ 21 വരെയാണ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിൽ നിന്നായി 12 പേരാണ് ഈ വാട്ടർ വീക്ക് കോൺഫറൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മാത്രമാണ് ഉള്ളത്. മറ്റത്തൂരിലെ വെള്ളിക്കുളം വലിയ തോട് നവീകരണം ഉൾപ്പെടെ ജലവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് വാട്ടർ വീക്ക് കോൺഫറൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പ്രസിഡന്റ് അശ്വതി ബിബി പറഞ്ഞു. ഈ മാസം 10 മുതൽ 12 വരെ ബീഹാറിലെ പാട്നയിൽ നടന്ന ദേശീയ സെമിനാറിൽ അശ്വതി ബിബി സോഷ്യലി ജസ്റ്റിസ് ആൻഡ് സോഷ്യലി സെക്യൂർഡ് എന്ന വിഷയം അവതരിപ്പിച്ചിരുന്നു. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കാട്ടാന തകർത്തു. കാലടി പ്ലാന്റേഷന്റെ കുളിരാംതോട് മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന കാറാണ് കാട്ടാന ആക്രമിച്ചത്. കാറിന്റെ മുൻഭാഗം ആന പൂർണ്ണമായും തകർത്തു. ആക്രമണത്തിനിടയിൽ യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കുളിരാംതോട് ഭാഗത്ത് വെച്ചായിരുന്നു ആക്രമണം. ആനയെ കണ്ട് യാത്രക്കാർ വാഹനം നിർത്തുകയായിരുന്നു. ഇതിനിടെ ആന കാറിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ കാർ മുൻപോട്ടെടുത്ത ശേഷം യാത്രക്കാർ ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. ജോയ്, ബേസിൽ, ജോസ് എന്നീ 3 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. അവസരോചിതമായി കാറിൽ നിന്നും ഇറങ്ങി ഓടിയതിനാൽ 3 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുൻവശത്തെ ചില്ലും ബോണറ്റും ബമ്പറും ഉൾപ്പെടെ കാറിന്റെ മുൻഭാഗം കാട്ടാന പൂർണ്ണമായും തകർത്തു. ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത്. അന്നും സമാന രീതിയിൽ ദമ്പതികൾ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ദേശീയപാത വാണിയംപാറയിൽ ലോറിക്ക് പിറകിൽ കാറിടിച്ച് അപകടം. ദേശീയപാത വാണിയംപാറയിൽ ലോറിക്ക് പിറകിൽ കാറിടിച്ച് അപകടം. 3 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ പാലക്കാട് ദിശയിലേക്കുള്ള റോഡിലാണ് അപകടം. മുന്നിൽ പോയിരുന്ന ലോറി നിയന്ത്രണം തെറ്റി സൈഡിലെ ഡിവൈഡറിൽ ഇടിച്ച് റോഡിനു കുറുകെ നിന്നതും തൊട്ടുപുറകെ അതേ ദിശയിൽ വരികയായിരുന്ന കാർ മിനി ലോറിയുടെ പിറകിൽ ഇടിച്ച് കയറുകയായിരുന്നു. കാർ യാത്രികരായ ഒരു സ്ത്രീക്കും കുട്ടിക്കും ലോറിയുടെ ഡ്രൈവർക്കുമാണ് പരിക്ക് പറ്റിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ കാറിന്റെ മുൻവശത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പീച്ചി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ സൗജന്യ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും 22-ന് നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും 9847446535, 9745973865, 8089547150 എന്നീ നമ്പറുകളിൽ വിളിക്കുക.
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ സിറ്റിംഗ് ഈ മാസം 23 തിങ്കളാഴ്ച നടക്കും. രാവിലെ 11-ന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് സിറ്റിംഗ് നടത്തുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ 1/10/2024 മുതൽ 31/3/25 വരെയുള്ള കാലയളവിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള അലോപ്പതി ഡോക്ടർമാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. MBBS യോഗ്യതയുള്ളവരും TCMC രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം. 23-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം കൊടകര, കൊടകര PO 680684 എന്ന വിലാസത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം ഓഫീസിൽ അപേക്ഷകൾ ലഭിച്ചിരിക്കണം. കൊടകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. 24-ന് രാവിലെ 10-ന് കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടകര കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6880 രൂപയും പവന് 5540 രൂപയും രേഖപ്പെടുത്തി. കൊടകര തേക്കാനത്ത് കൊളപ്രൻ ജോസഫിന്റെ ഭാര്യ 85 വയസ്സുള്ള ലില്ലി അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് കൊടകര സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ഷെമിൻ, ലിൻഡ, മാക്സിൻ, ജോമി, ജിയോ, തോമസ് എന്നിവർ മക്കളും ജോർജ്, സേവ്യർ, ഹെയ്നോ, ഷിജ, സ്മിത, ഹിമ എന്നിവർ മരുമക്കളുമാണ്. കൊടകര വട്ടേക്കാട് തെക്കൂട്ടുവീട്ടിൽ വാസുദേവൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ലളിതയാണ് ഭാര്യ. വിജേഷ്, വിനേഷ് എന്നിവർ മക്കളും ഷിൻഡു, സിമ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. വിവിധ പള്ളികളിൽ ഓണാഘോഷം നടത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്നും വീണ് ഗൃഹനാഥൻ മരിച്ചു. ചിറമൽ 70 വയസ്സുള്ള സേവ്യറാണ് മരിച്ചത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം ചൊവ്വാഴ്ച മുതൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ വാട്ടർ വീക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.